എപ്പോഴാണ് നറുക്ക് വന്നതെന്നറിയാമോ? അവൻ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. ഇന്നത്തെ കാലഘട്ടം തിരിച്ചാ പറയുന്നത്, നറുക്ക് വീണാൽ ശുശ്രൂഷയ്ക്ക് പോകാം. നോ, എനിക്ക് നന്മയുണ്ടായാൽ ഞാൻ കർത്താവിനെ സേവിക്കുക. ദൈവം എന്നെ വിദേശത്തെത്തിച്ചാൽ അവിടെ ഞാനൊരു നല്ല ശുശ്രൂഷ ചെയ്യാം. നോ 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 നോ, നീ എവിടെയെങ്കിലും ചെന്നിട്ടല്ല ശുശ്രൂഷ ആരംഭിക്കേണ്ടത്. നിന്റെ ശുശ്രൂഷയായിരിക്കണം നിന്റെ വിങ്സ്, നിന്റെ ശുശ്രൂഷയായിരിക്കണം. എൻ്റെ ദൈവം എന്നെ മാനിച്ചാൽ ഞാൻ ശുശ്രൂഷ ചെയ്യാം. എൻ്റെ ദൈവം എനിക്ക് നല്ലൊരു വാഹനം തന്നാൽ ഞാൻ ശുശ്രൂഷ ചെയ്യാം. എൻ്റെ ദൈവം എനിക്ക് നല്ലൊരു വീട് നൽകിയാൽ ഞാൻ ശുശ്രൂഷ ചെയ്യാം. എൻ്റെ കർത്താവിൻ്റെ കടം മാറ്റിയാൽ ഞാൻ സ്നാനപ്പെടാം. എൻ്റെ കർത്താവ് എനിക്ക് എൻ്റെ കുഞ്ഞിനൊരു സൗഖ്യം നൽകിയാൽ ഞാൻ പെന്തക്കോസിൽ ചേരാം. അങ്ങനെ ചേരാനുള്ളതല്ല പെന്തക്കോസ്, അങ്ങനെ ഏൽക്കാനുള്ളതല്ല സ്നാനം, അങ്ങനെ ചെയ്യാനുള്ളതല്ല ശുശ്രൂഷ. പകരമോ ലാഭേച്ഛ കൂടാതെ നന്മയും തിന്മയും അന്വേഷിക്കാതെ അവൻ ദൈവത്തിന് തന്നെ താൻ അടിമയെന്ന് സമർപ്പിച്ച് ശുശ്രൂഷ ചെയ്തു വരുമ്പോൾ അവന് ദൈവാലയത്തിന്റെ അന്തർമന്ദിരത്തിൽ കയറുവാൻ, ധൂപം കാട്ടുവാൻ ഒരു നറുക്ക് വീണു. ഇന്ന് പകൽക്കാല നിന്റെ മേൽ ദൈവമിട്ട നിയോഗങ്ങളിൽ, നിന്റെ മേൽ ദൈവമിട്ട ശുശ്രൂഷയിൽ നീ വിശ്വസ്തനായി നിൽക്കുമ്പോൾ, ലാഭം നോക്കാതെ നഷ്ടം നോക്കാതെ നീ വിശ്വസ്തനായി നിൽക്കുമ്പോഴാണ് ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. ഇന്ന് പകൽ ഞാൻ ചോദിക്കുന്നു, ദൈവം പ്രവർത്തിച്ചിട്ട് ദൈവത്തിന് വേണ്ടി നിൽക്കുമോ? അതോ ദൈവത്തിന് പ്രവർത്തിച്ചാലും ഇല്ലെങ്കിലോ എനിക്കൊരായുസുണ്ടെങ്കിൽ അതെൻ്റെ കർത്താവിന് വേണ്ടിയാണ്. ഇന്ന് പകൽ അത് ഏറ്റുപറയുന്നവർ ഒരു നിമിഷം കരമടിച്ച് അതിനാമൻ പറഞ്ഞാട്ട്, എനിക്കൊരായുസുണ്ടെങ്കിൽ അത് കർത്താവിന് വേണ്ടി